എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ണൂരിലുള്ള കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇതൊരു പഴയകാല ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് അധികം ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇത് അറിയാൻ സാധ്യതയില്ല. ഇതിന് നമ്മൾ കാടി എന്നാണ് പറയുന്നത്. അത് ഉഴുന്ന് ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഉഴുന്ന് കാടി, പയറാണെങ്കിൽ പയറ് കാടി, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. കാടി എന്ന് പറയുമ്പോൾ പശുവിന് കൊടുക്കുന്ന കാടിയല്ല കേട്ടോ. ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ സിമ്പിളായിട്ട് വീടുകളിൽ തയ്യാറാക്കിയെടുക്കുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പശുവിന് കൊടുക്കുന്ന കാടിക്ക് ഞങ്ങളുടെ അവിടെ കാടി വെള്ളം എന്നാണ് പറയുക. ഇത് ഞങ്ങൾ കഴിക്കുന്ന കാടി ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ വെറും 3 ചേരുവകൾ മാത്രമുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു 1/3 കപ്പ് ഉഴുന്ന് ഒരു ഫ്രൈങ് പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്താലാണ് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ 1/3 കപ്പാണ് കേട്ടോ ഉഴുന്നെടുത്തിരിക്കുന്നത്. ഉഴുന്നിന് പകരം നിങ്ങൾക്ക് ചെറുപയർ, വൻപയർ ഒക്കെ യൂസ് ചെയ്യാം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉഴുന്നും പയറൊക്കെ കൃഷി ചെയ്യുമല്ലോ. ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഈ ഉഴുന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് തരം വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഒരു 3 മിനിറ്റോളം ഞാനിത് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഉഴുന്നൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് ജീരകശാല റൈസാണ് ചേർക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് തരക്കിയരി എന്ന് പറഞ്ഞിട്ട് ഒരു തരം പച്ചരിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാനിന്ന് ജീരകശാല റൈസാണ് ഇതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/3 കപ്പിന് 1/4 കപ്പ് ജീരകശാല റൈസും കൂടി ചേർത്ത് അത് രണ്ടും കൂടി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഞാനിന്നൊരു റൈസ് കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. പ്രഷർ കുക്കറിലാണെങ്കിൽ 2 വിസിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 വിസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനൊരു റൈസ് കുക്കറിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നമ്മുടെ ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 3 വിസിൽ മതിയാവും ഇത് വേവാനായിട്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. തേങ്ങ ചിരകിയത് ഇട്ടിട്ടും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഒരു തേങ്ങയുടെ കടിയോട് കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്തിട്ടും കഴിക്കാം. ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിളക്കാനൊന്നും നിൽക്കണ്ട. തേങ്ങാപ്പാൽ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ മടിയാണെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ടിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ സ്പൂൺ വെച്ച് കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മളിത് ശർക്കര കൂട്ടിയിട്ട് കഴിക്കട്ടെ. ഇതുപോലെ ശർക്കര, വെല്ലം സൈഡിലൊരു പീസ് വെച്ചിട്ട് അതിൽ നിന്നും ചെറിയ ചെറിയ പീസ് എടുത്ത് അത് വെച്ചിട്ടും കഴിക്കും. അല്ലെങ്കിൽ പഞ്ചസാര സൈഡിൽ 1-2 സ്പൂൺ ഇട്ട് വെച്ചിട്ട് ആ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കും. അല്ലാതെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്